ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ പ്രീ ബഡ്ജറ്റ് റാലി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഗ്ലോബൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഫാക്ടേഴ്സ് മാർക്കറ്റിന് നിന്ന് ഫേവറബിൾ ആണ്. കഴിഞ്ഞ 2 ദിവസത്തെ കൺസോൾട്ടേഷന് ശേഷം ഒരു പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ദാവോസിലെ ഡിമാൻഡുകളാണ് മാർക്കറ്റിൽ വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒപ്പക്കിനോട് അദ്ദേഹം ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസ് താത്തണം, അതുപോലെ തന്നെ എല്ലാ സെൻട്രൽ ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്ന തരത്തിലുള്ള ഡിമാൻഡുകളാണ് വെച്ചിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് US ഫെഡിനോടും അദ്ദേഹം അത്തരത്തിൽ ഡിമാൻഡ് വയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റികളും ഇന്നലെ ഗോൾഡൊക്കെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ പ്രഖ്യാപനത്തിന് ശേഷം ഗോൾഡ് മറ്റെല്ലാ കമോഡിറ്റികളും ബെറ്ററായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $2,776 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു പോസിറ്റീവ് വൈബ് ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ Q3 റിസൾട്ടുകളുണ്ട്. പല റിസൾട്ടുകളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പല റിസൾട്ടുകളും ബിലോ എക്സ്പെക്റ്റേഷൻസും കൂടിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഒരു പരിധി വരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആയിട്ടുണ്ട്. നമ്മൾ ബഡ്ജറ്റിന് മുമ്പ് വലിയ രീതിയിലുള്ള മാർക്കറ്റ് ക്രാഷ് ഇപ്പോഴത്തെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റും ഡൊമസ്റ്റിക് സെൻറ്റിമെൻറ്റും വെച്ചിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. വീണ്ടും ഒരു ബുള്ളിഷ് ബയാസിലേക്ക് മാർക്കറ്റ് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഫെബ്രുവരി 1 യൂണിയൻ ബഡ്ജറ്റ് തന്നെയാണ് ഒരു ട്രെൻഡ് സെറ്ററായിട്ട് വരാൻ പോകുന്നത്. ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത് ഷിപ്പ് ബിൽഡിങ്ങിന് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് കൊടുക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഗ്ലോബൽ ഷിപ്പ് ബിൽഡിങ്ങിൽ ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 0.06% ആണ്. ചൈനയാണ് 65% ആയിട്ട് മുന്നിട്ടേക്കുന്നത്. അത് കഴിഞ്ഞാൽ ജപ്പാനും സൗത്ത് കൊറിയയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഷിപ്പ് ബിൽഡേഴ്സിന് വളരെ ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. കാരണം ഗ്ലോബലി ഒരു ഷിപ്പ് ഡെലിവറി കിട്ടണമെങ്കിൽ 2028, 2029 വരെ കാത്തിരിക്കണം. അത് ചൈനീസ് അതുപോലെ തന്നെ കൊറിയൻ, ജാപ്പനീസ് കമ്പനികൾ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ധാരാളം ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളുണ്ട്. ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണിത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വാരി സോളാർ അമേരിക്കാസ് ഇൻകോർപ്പറേഷൻ, വാരി എനർജിയുടെ US സബ്സിഡിയറിയാണ്. അവിടെ 1.6 ഗിഗാവാട്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് റണ്ണിൽ വാരിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ള തേജസ് നെറ്റ്വർക്ക്, അതുപോലെ സി എൻ്റർടൈൻമെൻറ്റ് ലിമിറ്റഡ്, അതുപോലെ സിൻജിൻ ഇൻ്റർനാഷണൽ, ഈ റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒപ്പം ടാക് ഇൻഫോസെക് സൈബർ സെക്യൂരിറ്റി രംഗത്തുള്ള ഒരു സ്റ്റോക്കാണ്, നമ്മുടെ ഒരു സജസ്റ്റഡ് സ്റ്റോക്കും കൂടിയാണ്. NSE SME സെഗ്മെൻറ്റുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. US ബേസ്ഡ് സബ്സിഡിയറി ഉണ്ട്. അവർ UK കൂടി ഒരു സബ്സിഡിയറി ഓപ്പൺ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും വളരെ ബിഗ് ഗെയിൻസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു റീസെൻറ്റ് ലിസ്റ്റിംഗ് കമ്പനിയും കൂടിയാണ്. സൈബർ സെക്യൂരിറ്റി രംഗമാണ് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാഴ്ചവെക്കാൻ പോകുന്നത് ഭാവിയിൽ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കും അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി രംഗത്തുള്ള മറ്റ് സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലത്തെ Q3 റിസൾട്ട്, മറ്റ് കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ എംഫാസിസ് എക്സലൻറ്റ് റിസൾട്ടാണ്. ഇൻഡസ് ടവേഴ്സ് എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മസഗോണ്ടോങ്, അതുപോലെ തന്നെ തൈസൺ ഗ്രൂപ്പും കൂടിയിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറിന് 70,000 കോടി രൂപ വരെ സബ്മറൈൻ ഡീല് നേവിയിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. മസഗോണ്ടോങ്ങിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണിത്. അതിനെല്ലാം പുറമെ
റിലയൻസ് ഇൻഡസ്ട്രീസ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ ഇന്ത്യയിൽ ബിൽഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്ററുള്ള US-ലാണ്. 600 മെഗാവാട്ടാണ് എക്സ്പാൻഷൻ വരുന്നത്. 112 മെഗാവാട്ടാണ്. ഇന്ത്യയിൽ റിലയൻസ് പ്ലാൻ ചെയ്യുന്നത് ജാംനഗറിൽ 3 ഗിഗാവാട്ടാണ് കപ്പാസിറ്റി. ഗ്ലോബലി ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്ററും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്, റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ $20 ബില്യൺ തൊട്ട് $30 ബില്യൺ വരെ കോസ്റ്റ് ഉണ്ടാവും ഈ ഇത്തരം സംരംഭത്തിന് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. റിലയൻസിൻ്റെ ബാലൻസ് ഷീറ്റ് സൈസ് നോക്കുകയാണെങ്കിൽ $26 ബില്യൺ റിസർവ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ കൺസോളിഡേറ്റ് ഡെറ്റ് നോക്കുകയാണെങ്കിൽ ഡെറ്റ് വളരെയധികം ഉള്ളൊരു കമ്പനിയും കൂടിയാണ്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ന്യൂസ് ഇന്ത്യൻ ടെക് സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി നമ്മൾ ഗ്ലോബലി ഡാറ്റാ സെൻറ്ററുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 11,700 ഡാറ്റാ സെൻറ്ററുകളാണ് മാർച്ച് 2024 എൻഡ് ചെയ്യുമ്പോൾ ഉള്ളത്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. 5,381 ഡാറ്റാ സെൻറ്ററുകളുണ്ട്. സെക്കൻഡ് പ്ലേസ് 521 ഡാറ്റാ സെൻറ്ററുകളുള്ള ജർമ്മനിയാണ്. നമ്മുടെ സ്ഥാനം 152 ഡാറ്റാ സെൻറ്ററുകളുണ്ട്. ഇന്ത്യയിൽ 14ാമത്തെ സ്ഥാനത്താണ്. ചൈന നോക്കുകയാണെങ്കിൽ 449 ഡാറ്റാ സെൻറ്ററുകൾ 4ാം സ്ഥാനത്താണ്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ ബിസിനസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്നത്. കാരണം സോഷ്യൽ മീഡിയ, ജനറേറ്റീവ് AI റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ ഡാറ്റാ സ്റ്റോറേജിനും ഡാറ്റാ സെൻറ്ററുകൾ ആവശ്യമാണ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് നല്ലതാണ്. അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിന് അതിനുള്ള കേപ്പബിലിറ്റിയും ഉണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ സെബിയുടെ ഡിസിഷൻ, മ്യൂച്വൽ ഫണ്ടിൽ SIP 250 രൂപ മുതൽ തുടങ്ങാനുള്ള ഒരു ഒഫീഷ്യൽ ഡിസിഷൻ വരികയാണെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ട് AMCകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ മ്യൂച്വൽ ഫണ്ട് AMC സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന നല്ലൊരു ഡിസിഷൻ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു സെല്ലേഴ്സ് തന്നെയാണ് 5,462 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,712 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. പൊതുവെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കണ്ടിന്യൂസ് സെല്ലേഴ്സ് ആണ്. പക്ഷേ ഏത് നിമിഷവും ആ ട്രെൻഡ് മാറാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ബഡ്ജറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാളും ബെറ്റർ ബഡ്ജറ്റാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റ് മാർക്കറ്റിലും അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ മെയിൻ ബോർഡിൽ സജസ്റ്റ് ചെയ്തിരുന്ന ഡെൻഡ വാട്ടറിൻ്റെ IPO ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. 294 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. IPO അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് ഡെൻഡ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു IPO BSE SMEയിൽ ഇന്ന് ഓപ്പൺ ആവുന്ന IPO ആണ്. HM ഇലക്ട്രോ മെക് ലിമിറ്റഡ് ആണ്. 1,600 ആണ് മാർക്കറ്റിലോട്ട് വരുന്നത്. 75 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. വേസ്റ്റ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു SME IPO ആണ്. BSE SME IPO ആണ്. HM ഇലക്ട്രോ മെക് ലിമിറ്റഡ് 1,600 ആണ് മാർക്കറ്റിലോട്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. പൊതുവേ നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ബയാസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. ഏത് നിമിഷം ആ അനൗൺസ്മെൻറ്റ് വന്നേക്കാം. 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിന് അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ ഗ്ലോബൽ മാർക്കറ്റുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും, സ്ലൈറ്റ്ലി ആയിട്ടാണെങ്കിൽ പോലും. കാരണം ജാപ്പനീസ് യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഓൾറെഡി ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഡിസ്കൗണ്ടഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റിൽ നിന്നൊരു പോസിറ്റീവ് ബയാസിൽ ട്രേഡ് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. താങ്ക് യു.